കോളേജിൽ പോയപ്പോ ഒരുപാട് സ്വീകരണം കിട്ടി. കാരണം ഞാൻ അവിടെ ക്ഷണിച്ചിട്ടല്ല പോയത് ശരിക്കും. അതിനെ പറ്റി പറയാം. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഈ അവിടത്തെ മെയിൻ ആയിട്ടുള്ള ബാഡ്ജൊക്കെ തൂക്കിയ പിള്ളേരാണ് എന്നെ കൊണ്ടുപോയത് അകത്തെ. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് വലിഞ്ഞു ചെന്നതല്ല. മാറി കൊടുക്ക്, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ആദ്യം മനസ്സിലാക്ക്. അപ്പൊ അലിൻ ജോസ് പെരേര പൊട്ടനല്ല. ഞാൻ അവിടെ ആസിഫ് അലിനെ കാണാൻ വേണ്ടി മാറി അവിടെ ഒരു ഇരുന്ന കാർ വരുമ്പോ കൈ കാണിക്കാൻ വേണ്ടി. അപ്പൊ പെട്ടെന്ന് അവര് കൊണ്ടുപോയപ്പോ ഓക്കെ ഞാൻ കേറി. എന്നിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു പോന്നു. കുറെ ഒരുപാട് പേര് ചിരിക്കണ്ടായിരുന്നു. ഞാൻ കൈപോയി കാണിച്ചു. കാരണം എനിക്ക് അവിടെ ചെന്നപ്പോ എനിക്കൊരു തോന്നിയൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചോക്ലേറ്റ് 2007 പുറത്തിറങ്ങിയ ചോക്ലേറ്റിലെ രംഗവും എനിക്ക് ഓർമ്മ വന്ന. ചോക്ലേറ്റിൽ 3500 ലേഡീസിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുമ്പോ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ അതേപോലെയാണ്. പക്ഷെ എന്നാലും ഞാൻ ചെന്നപ്പോൾ ഭയങ്കര രീതിയിൽ കൂവലും ബഹളങ്ങളൊക്കെ ആയിരുന്നു. കൂവലും ക്ലാപ്പിംഗ് ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോരം ജനപ്രീതി ഉണ്ട്. പിന്നെന്താ ഇൻഫ്ലുവൻസർ എന്ന് മനസ്സിലായി. കാരണം ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ അവിടെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ലേഡീസ് ഒക്കെ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ട്. വലിയൊരു കളിയാക്കി ചിരിയല്ല. അപ്പൊ അതിനെ കമന്റ് ബോക്സിലൊക്കെ ഭയങ്കര ഊക്കൽ എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. കാരണം സത്യം മാത്രം ഒരാളുടെ വളർച്ചയെ നിങ്ങള് കളിയാക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നു. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആര് കണ്ടു? ഒരു കലാതിലകമായാലോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം നമ്മള് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് കോളേജ് പ്രോഗ്രാമിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് കളിയാക്കലായതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇത് ഞാൻ അറിയാണ്ട് പോയപ്പോ ഞാൻ കോളേജ് പ്രോഗ്രാമിന് പോകുന്ന രീതിയിലാണ് പോസ്റ്റ് വന്നത് മീഡിയയിൽ. മീഡിയക്കാരെന്തും പോസ്റ്റ് ചെയ്യാം, അത് അവരുടെ കാര്യം. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഉള്ളൊരു ആർപ്പുവിളിയും ഉല്ലാസവും കണ്ടപ്പോൾ നമ്മള് സിനിമയില് നായക പദവി അലങ്കരിച്ചിട്ടില്ലെങ്കിലും നല്ല വേഷം തരാൻ പോകുന്ന പലരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ടേ. പക്ഷെ സോഷ്യൽ മീഡിയ വഴി നമ്മളിങ്ങനെ മീഡിയ അറ്റൻഷൻ വഴി ഇങ്ങനെ ഒരു പബ്ലിസിറ്റി വഴി ഇത്രയും നേടുമെന്നോ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എല്ലാം വിധിയുടെ വിളയാട്ട്. കാരണം ഞാൻ പഠിച്ച സ്കൂളുകളിലൊക്കെ എനിക്ക് ഒരു ഗസ്റ്റായിട്ട് പോകണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഹോളി ഏഞ്ചൽസിലാണെങ്കിലും സാന്റാക്രൂസ് പബ്ലിക് സ്കൂളിലാണെങ്കിലും സെന്റ് പീറ്റേഴ്സിലാണെങ്കിലും സെന്റ് സെബാസ്റ്റിലാണെങ്കിലും എന്നെ വിളിക്കുന്നില്ല. ഒരു കോളേജിന്റെ ഒരു സ്കൂളിന്റെ ആനുവൽ ഡേ ഒക്കെ എന്നെ വിളിക്കുന്നില്ല. പക്ഷേ ഒരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോ ആ ടൈം ഏതോ ഒരു സ്കൂൾ ആനുവൽ ഡേ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ പോവും എന്തായാലും. പോകണ്ടിരിക്കത്തില്ല. അപ്പോ പിന്നെ ഏതോ വനിതാ മാഗസിനിലോ മനോരമ വീക്കിലിലോ നമ്മുടെ ഒരു ഫീച്ചർ വരുന്നു പറയുന്നുണ്ട് ആ ടൈം. അതൊക്കെ വരട്ടെ, വരുമ്പോ നമുക്ക് അറിയാം. മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനെക്കാളും ഒക്കെ തേക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി.